അപ്പോൾ നമ്മളങ്ങനെ അജന്ത കേവിൽ എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരു കാട്ടുപർവ്വത അരുവിക്ക് മുകളിൽ വിശാലവും കുത്തനെയായിട്ടുള്ള ഒരു കുതിരപ്പടയുടെ ആകൃതിയുമായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു മലയിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു ഗുഹകളെയാണ് അജന്ത ഗുഹകളെന്ന് പറയുന്നത് കേട്ടോ. 25 രൂപയുടെ ബസ്. നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിപ്പുണ്ട്. ഗീതൻ്റെ കൂടെ ഉണ്ട്. പ്രഗുത ബാക്കിൽ പ്രഗു ബാക്കിലിരിക്കാനുണ്ട്. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് വെച്ച് ബസ്സിൻ്റെ ടിക്കറ്റ് ഞാൻ പറഞ്ഞു 25 രൂപയുള്ളൂ. വീട്ടിൽ കയറുക, നേരെ മുകളിൽ പോവുക, കാണുക, വരിക. കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാനനപാതയിലൂടെയുള്ള ഒരു യാത്രയും ഈ ഒരു കാഴ്ചയും നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുമെന്ന് ഞാൻ പറയും. ഇതാണ് വാഗൂൺ നദി. അതിലിപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ. പുരാതന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാചിത്രങ്ങളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. 2 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് ഇവയെല്ലാം. ഇത് കൂറ്റൻ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഗുഹകളാണ് കേട്ടോ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് എല്ലോറ ഗുഹകളുണ്ട്, അജന്ത ഗുഹകളുണ്ട്. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ കാലപ്പഴക്കം ചെയ്യുന്ന ഗുഹകളാണിത്. ഇവിടെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊന്നും അലോഡല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് സംഭവം എടുക്കുന്നത്. തികച്ചും കുത്തനെയുള്ളൊരു കയറ്റമാണ്. 92ഓളം പടികളുണ്ട്. അത് കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. വളരെ അത്യാവശ്യം ഫ്രഷായിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലോറ ഗുഹ എന്ന് പറയുന്നത്. അജന്ത ഗുഹ എന്ന് പറയുന്നത് ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞ് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ. BC 2-ാം നൂറ്റാണ്ടിൽ മഴക്കാലത്ത് ധ്യാനിക്കാൻ ഒരിടം തേടി അലഞ്ഞു തിരിയുന്ന ബുദ്ധ സന്യാസിമാരുടെ ഒരു സംഘം ഇവിടെ എത്തിയതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അജന്ത അനുയോജ്യമായിരുന്നു അവർക്ക്. സമാധാനവും വിദൂരവും മനോഹരമായ ഒരു ക്രമീകരണവും കൂടി ആയപ്പോൾ സന്യാസിമാർ മലയിടുക്കിൻ്റെ ചാരനിറത്തിലുള്ള പാറയിൽ ഗുഹകളൊക്കെ കുത്തിയുണ്ടാക്കി അവർ ഇതിൻ്റെ അകത്ത് ക്ഷേത്രം പണിയെടുക്കുകയും ധ്യാന കേന്ദ്രമായി മാറ്റുകയും അവർ ചെയ്തു. 7 നൂറ്റാണ്ടുകൾ കൊണ്ട് അജന്തയിലെ ഗുഹാക്ഷേത്രങ്ങൾ അവിശ്വസനീയമായ കലാസൃഷ്ടികളായി പരിണമിച്ചു. അതിവിദഗ്ധരായ എഞ്ചിനീയർമാർ തങ്ങളുടെ ഉപകരണങ്ങളുടെയും മെറ്റീരിയലുകളുടെയും വൈവിധ്യത്തിൻ്റെയും പരിമിതികളാലും തളരാതെ തന്നെ കലാപരവും വാസ്തുവിദ്യാ വൈഭവവും സൃഷ്ടിച്ച പുരാതന നിർമ്മാതാക്കളുടെ കേവലമായ കഴിവ് കണ്ട് അവരെ വിസ്മയിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 29 ഗുഹകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതിൽ 15 പൂർത്തിയാകാതെ അവശേഷിക്കുന്നുണ്ട് ഇനിയും. അവയിൽ ചിലത് വിഹാരങ്ങളാണ്, അതായത് ആശ്രമങ്ങളെന്ന് പറയും. സന്യാസിമാരുടെ കൽത്തടങ്ങളിൽ കൊത്തിയെടുത്ത കൽത്തലയണകൾ കൊണ്ട് പൂർത്തിയാക്കിയവ. എല്ലാ ഗുഹകളിലും ബുദ്ധൻ്റെ നിരവധി അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ശില്പങ്ങളും ശിവചിത്രങ്ങളും കൊണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞപ്പോൾ സന്യാസി കലാകാരന്മാരുടെ എണ്ണവും കുറഞ്ഞു. ക്ഷേത്രങ്ങളെ കാടുകൾ വിഴുങ്ങി. ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം 1819 ഇംഗ്ലീഷുകാരനായ ജോൺ സ്മിത്ത് വരണ്ട വഘോര നദിക്ക് അഭിമുഖമായി കിടന്നിരുന്ന ഗുഹയ്ക്കുള്ളിൽ കടുവയെ വേട്ടയാടുമ്പോൾ നേരത്തെ പച്ചപ്പിനിടയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് ഗുഹ 10 എന്നറിയപ്പെടുന്ന ഉയർന്ന കമാനങ്ങളോടുകൂടി നിൽക്കുന്നതാണ് കണ്ടത്. താഴെത്തൊട്ടിൽ പിന്നീട് ആധുനിക ലോകത്തിന് ഗുഹകൾ അനാവരണം ചെയ്തത് അദ്ദേഹമാണ്. ആകസ്മികമായി കടുവകൾ ഈ പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ല. അജന്ത മുതൽ കണ്ണാട് വരെയുള്ള കൊടും വനങ്ങളാണ് കേട്ടോ ഗൗതല വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഇത് അജന്തയിലേക്കും എല്ലോറയിലേക്കും ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. अच्छी से व्यू आ रहे हैं ना, देखो वाव। वर्षा तो नहीं है. അതുപോലെ തന്നെ അജന്തയിലെ ഏറ്റവും പ്രചാരമുള്ളത് ഗുഹ 1 ചിത്രങ്ങളാണ്. ഇവ ബോധിസത്വ അവലോകിതേശ്വരൻ്റെയും ബോധിസത്വ പത്മപാണിയുടെയും ചിത്രങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പത്മപാണി അല്ലെങ്കിൽ കയ്യിൽ താമരയുള്ളവൻ ഭഗവാന്റെ ബുദ്ധൻ്റെ
ചിത്രമാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. കയ്യിൽ പത്മം ഉള്ളത് മഹാവിഷ്ണുവിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ ബുദ്ധിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, ഇത് ബുദ്ധിസമാണല്ലോ, ബുദ്ധൻ്റെ ആണല്ലോ, അതിനാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അജന്തയുടെ ഏറ്റവും വ്യാപകമായി പുനർനിർമ്മിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളായ പത്മപാണി, അതായത് തൻ്റെ സമ്പന്നമായ ഭാര്യയോടൊപ്പമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗുഹയിലെ ഗംഭീരമായ ബുദ്ധപ്രതിമ വ്യത്യസ്തമായിട്ടുള്ള മുഖഭാവങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇതിൻ്റെ അകത്ത് എനിക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈമിലും നാദം കേൾക്കുന്ന രീതിയിലുള്ള ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള തൂണുകൾ ഇതിൻ്റെ അകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് 1ാം നിലയിലാണ് ഉള്ളത്. ഗുഹയ്ക്ക് പുറത്ത് രസകരമായിട്ടുള്ള ഒരു കിണർ കാണാനായിട്ട് കഴിയും. അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണം കേട്ടോ ഇത്. ഏറ്റവും പഴക്കം ചെന്ന ഗുഹ 200 BC മുതൽ ഒരു ദേവാലയമായിട്ടാണ് പറയപ്പെടുന്നത്. बना कोशिश की पर नहीं, छोड़ दिए. आई थिंक इधर स्टैचू बनाने के लिए तो छोड़ दिया. सही है. ഈ ഒരു ഗുഹയിൽ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളൊന്നും തന്നെയില്ല. പൂർത്തിയാക്കാത്ത നിരവധി ഗുഹകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ നമുക്ക് കുത്തനെയുള്ള 100 പടികൾ കയറാൻ കഴിയുമെങ്കിൽ ഇവയും സന്ദർശിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബുദ്ധൻ്റെ ഒരു സ്മാരകം ഉണ്ട്. ആധിപത്യം പുലർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനോഹരമായ വിശദാംശങ്ങളുള്ള 2 നിലകളുള്ള ഗുഹകളും ഇവിടെ ഉണ്ട്. അത് കാണണമെങ്കിൽ ഗുഹ 16 ഗുഹ നമ്പർ 6 കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുഹ നമ്പർ 6. ഒരുപാട് നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ കൺഫ്യൂഷനായി പോകും. തിരിച്ചിറങ്ങി ചെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇത് കയറാപ്പെട്ട പാട് എനിക്കറിയാം. തിരിച്ചിറങ്ങുമ്പോൾ ഇരുന്ന് വേണം ഇറങ്ങാൻ. ഭയങ്കര ഹൈറ്റാണ്. അതുപോലെ തന്നെ നല്ല മിനുസമുള്ള പാറയാണ്. ഓരോ ആൾക്കാരും ഡെയിലി കയറി ഇറങ്ങി ടൈൽസിനേക്കാളും മാർബിളിനേക്കാളും മിനുസത്തിലാണ് ഈ പാറകൾ ഉള്ളത് കേട്ടോ. അത് വളരെ സൂക്ഷിച്ച് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്ക് എടുക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതൊരു വലിയ ടാസ്ക്കാണ്. എന്നിരുന്നാലും AD 100 മാത്രമാണ് അതിമനോഹരമായ ബ്രഷ് ആൻഡ് ലൈൻ വർക്ക് ആരംഭിക്കുന്നത്. ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു ഇതിഹാസമായ ശതന്ത ജാതകം തുടർച്ചയായ പാനൽ, അതായത് ഒരു ചുവരിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് കഴിയും. സന്യാസിമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഗുഹ 16 കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണിത്. നാളെ ധ്യാനിച്ചിരുന്നു എന്ന് ഒരേ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് ഇവിടെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ടൈമിൽ വിഗ്രഹങ്ങളെ വച്ചിട്ട് ആരാധിക്കുന്ന ഒരു സംഭവം അന്നില്ലായിരുന്നു എന്ന് വേണം കരുതാൻ കേട്ടോ. ഗുഹ 19 ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ പുരോഗതി കൈവരിച്ചതോടുകൂടി ആരാധനാ രീതിയിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.